ഞാനങ്ങനെ പുതിയൊരു ഏരിയയ്ക്ക് വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഏരിയ കാണാൻ. ഇതുണ്ടോ, ഞാൻ ദന്തൽ കോളേജിൽ വന്നതാണ് കേട്ടോ എൻ്റെ പല്ല് കാണിക്കാൻ. അന്ന് അവിടെ പോയപ്പോൾ അവർ വേറെ സ്ഥലത്തേക്ക് ഇനി എഴുതി തന്നു. അപ്പോൾ ഇവിടെ ഞാൻ വന്നതാണ്. അടുത്താണ് കേട്ടോ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ കുറച്ച് മുമ്പിലാണ്. നല്ല നീറ്റായ സ്ഥലം. ഇത് കണ്ടോ, നല്ല സ്ഥലം കേട്ടോ. ഇതാണ് ഇങ്ങനത്തെ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ ഗേറ്റൊക്കെ ആയിട്ട് ഇതുണ്ട്, നല്ല തണുപ്പൊക്കെ ആയിട്ട്. പിന്നെ നടക്കുന്ന കാര്യത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നടക്കുന്നത്. ഞാൻ അവിടെ ഒരു കടക്കാട് ചോദിച്ചു, അവർ പറയാ കുറച്ച് താഴെ പോകണമെന്ന്, നടന്നു പോക്കോ ആരോഗ്യത്തിന് നല്ലതെന്ന്. എന്നെ കൊണ്ടുവന്ന ഓട്ടോ മീൻസ് ബൈക്ക് ഡ്രൈവർ, അവന് കന്നഡ അറിയില്ല. ഞാൻ കന്നഡ സംസാരിച്ചിട്ട് അവനെ അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് നോ മാഡം കന്നഡ ആണ്. then he also don't know അഡ്രസ്സ് എന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം നല്ല പൂക്കളുണ്ട്. നല്ലൊരു വീട് കണ്ടോ, പിന്നെ നല്ല സൂപ്പർ. ഞാൻ ആക്ച്വലി രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടോ. കാരണം രാവിലെ എന്തെങ്കിലും ടോക്കൺ എടുക്കണം, 50 രൂപ ടോക്കൺ. അപ്പം ടോക്കൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുറേ സമയം ക്യൂ നിൽക്കണം. പിന്നെ വൈകിട്ട് എനിക്ക് തിരിച്ച് വരണം, വൈകിട്ട് ഡ്യൂട്ടിക്ക് പോകണം. ഞാൻ ആകെ ഒരു മുട്ട കഴിച്ചേ. കിട്ടി ബ്ലോക്ക് നമ്പർ 1. ദന്തൽ കോളേജാണ് കേട്ടോ, അംബേദ്കർ മെഡിക്കൽ കോളേജിൻ്റെ ബ്രാഞ്ച് തന്നെ. ഇതാണ് ഞാൻ അകത്ത് വന്നു. ഫസ്റ്റ് നമ്മുടെ ഡോക്ടർ അംബേദ്കറിൻ്റെ സ്റ്റാച്യു ആണ് കേട്ടോ. അതുകൊണ്ടോ ഇതുണ്ടോ, റിസപ്ഷൻ കൗണ്ടറിൽ ആരും വന്നില്ല. ഒരു 5 മിനിറ്റ്സ് ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് ഫസ്റ്റ് ടോക്കൺ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു സത്യം പറയട്ടെ, എന്താണെന്നറിയോ, ഈ 2 നേരം പല്ല് തേച്ച് പല്ല് ക്ലീനായിട്ട് വെക്കത്തില്ലേ, അവരുടെ പല്ലിലാണ് പ്രോബ്ലം. ഈ പിന്നെ പല്ല് തേക്കാത്തവരുണ്ടാവില്ല, ഈ ഫിഷ് ഒക്കെ പോകുന്നവർക്കൊന്നും അവർ പല്ലും മുഖമൊന്നും കഴുകത്തൊന്നുമില്ലല്ലോ. അവിടെ ഒന്നും ഒരു പല്ലിന് ഒരു കുഴപ്പമില്ല. എൻ്റെ കർത്താവേ, ഞാനൊരു ജോക്ക് പറഞ്ഞാണ് കേട്ടോ. ഇതുണ്ട്, പല്ലിൻ്റെ പല ഡിസീസുകളും കാണിക്കുന്നു. രാവിലെ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എൻ്റെ അങ്ങ് ഫസ്റ്റ് ടോക്കണാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഇരുന്നിരുന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സമയമായേനെ. നല്ല ഏരിയ, നല്ല സ്ഥലം. ചെക്കപ്പ് ചെയ്തിട്ട് പല്ലിന് അവിടെ ഇവിടെ 2 കൊട്ടൊക്കെ കൊട്ടി. പക്ഷേ എനിക്ക് പല്ലിന് ഒരു സ്ഥലത്തും വേദനയില്ല. ഇവിടെ കുറച്ച് വേദനയുള്ളത് പറഞ്ഞ ഫുഡ് പാർട്ടിക്കിൾസ് പോയിരിക്കുന്നതുകൊണ്ടാണ് അവിടെ കുറച്ച് ഗ്യാപ്പ് വന്നത്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതെന്നറിയോ, ഒരു 2 മാസം മുമ്പ് ഞാൻ ബിരിയാണി കഴിച്ചു. ആ ബിരിയാണി ഇവിടെ ഇരുന്നു. അപ്പം ഞാൻ സ്റ്റിക്ക് വെച്ച് കുത്തിയായിരുന്നു. മേ ബി അതുകൊണ്ടല്ല. അതെൻ്റെ പല്ലിന് അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ക്ലീൻ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ക്ലീൻ ചെയ്യുന്ന പറയുമ്പോൾ നമ്മുടെ വെയിനില്ലേ, നമ്മുടെ ടീത്തിൻ്റെ വെയിനും ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഇതാകും. അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. അതൊക്കെ അവരെനിക്ക് എക്സ്റേ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എക്സ്റേക്ക് വെയിറ്റ് ചെയ്യപ്പോൾ ആരും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ എക്സ്റേ എടുത്ത് കാണാം എൻ്റെ പല്ലിൻ്റെ പ്രോബ്ലമൊക്കെ. എനിക്കും വിശക്കുന്നുണ്ട്. ഞാൻ എന്താണെന്നറിയാം, മുട്ട മാത്രം കഴിച്ചത്. പല്ലിൻ്റെ ഇടയിലൊക്കെ വല്ല ഇരിക്കുമല്ലോ. ബ്രഷ് ചെയ്തു, എന്നാലും ഞാൻ ആദ്യം ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ വായൊക്കെ നല്ലപോലെ കഴുകിയിട്ടാണ് വന്നേ. അപ്പം ഇവിടെ ക്യാൻറ്റീനുണ്ട്, ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. അപ്പം ചെക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കാം. അത് ഫില്ലൊക്കെ ചെയ്യുമോ അറിയില്ല. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ 3 ഒരു 3-4 ടൈംസ് നമ്മൾ വരണമായിരിക്കും. എക്സ്റേ എടുക്കാതിരിക്കും കേട്ടോ. ഇത് ഇവിടെയാണ് ലാസ്റ്റ് സെക്കൻഡ് പല്ല്. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ എക്സ്റേ കേട്ടോ. ഒരു കുഞ്ഞു പുട്ടാണി എക്സ്റേ. അപ്പം ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ പോകാനാണ് പറഞ്ഞ, ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യണേ.
പല്ല് അവർ ക്ലീൻ ചെയ്ത് കേട്ടോ. നമ്മുടെ നംനെസ് ആയിരിക്കുവാണ്. എനിക്കതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെച്ച പോലെ നമുക്ക് അനസ്തേഷ്യ ലോക്കൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നംനെസ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ പല്ല് ക്ലീൻ ചെയ്ത് അവർക്കൊന്ന് റൂട്ട് കനാൽ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ആ ഒരു പല്ലിൻ്റെ അടിയിൽ ഇങ്ങനെ കുറച്ച് ബാക്ടീരിയ തിന്നിട്ട് റിമൂവ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, റൂട്ട് കനാൽ. ഇവിടെ നംനെസ് ഇതുണ്ടോ, അനസ്തേഷ്യ ലോക്കൽ കൊടുത്ത് ഇവിടെ ഇച്ചിരി swollen ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു എക്സ്റേ എടുത്തിട്ട് പോയിട്ടുണ്ട്. നല്ല സുഖമൊക്കെ നോക്കണം തോന്നുന്നത്. അങ്ങനെ പല്ലെൻ്റെ ഫില്ല് ചെയ്തു. ഇവിടെ ഇങ്ങനെ മറിച്ചായിരിക്കുന്നു കേട്ടോ, എനിക്കറിയാം. ഇവിടെ മാത്രമേ സെൻസേഷനുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു നെക്സ്റ്റ് എനിക്ക് 25th എനിക്ക് ഡേറ്റ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ റൂട്ട് കനാൽ ചെയ്യും. എന്താ പറ്റുന്നറിയോ, ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു 9:30. ആ അപ്പോയിൻമെൻറ്റ് വന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ലക്കിയാണ്. ആ അപ്പോയിൻമെൻറ്റ് വരാത്തത് കൊണ്ടാണ് എനിക്ക് അവരിപ്പോൾ പേ ചെയ്ത് തന്നില്ലെങ്കിൽ ലേറ്റാവും. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അവർ പറഞ്ഞു ഇനിയൊരു അപ്പോയിൻമെൻറ്റ് തരും, ചിലപ്പോൾ ഈ മാസം അവസാനം അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരും, വെയിറ്റ് ചെയ്യട്ടെ. വണ്ടി വരാൻ സമയമുണ്ട്. അപ്പോൾ വലിയൊരു പാർക്കുണ്ട്, ഈ പാർക്കിൽ പോയി നിൽക്കുക. നല്ല പ്ലേസ് കേട്ടോ ഇത്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതുണ്ട്, നമ്മുടെ ജിം ഐറ്റം ഒക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് സമയം ഇരിക്കുക. സൈക്കിൾ വരുമ്പോൾ എന്തായാലും അവർ വിളിക്കൂലോ. അവർ വരുന്നതിനിപ്പുറം ഇത് വേണ്ട, ഇതേ ഞാൻ കൈ ഉപയോഗിക്കണം, കാലും ഉപയോഗിക്കണം. അപ്പോൾ പിന്നെ ഇതേ ഇവിടെ ഒരു ബാഗ്, പിന്നെ എൻ്റെ ഫയല്, പിന്നെ മൊബൈലും രണ്ടും കൂടെ പിടിച്ചുകൊണ്ട് പറ്റില്ല. നമുക്കിതൊക്കെ ഇരിക്കാം. ഇത് നമ്മുടെ വയറ് കുറയാനൊക്കെ നല്ല സൂപ്പറാണ്. ഇത് നിങ്ങൾ കാണുന്നുണ്ടോ ഇത്? അയ്യോ, ആരെങ്കിലും ഉണ്ടായിരുന്നു നല്ല സുഖമായിരുന്നു. ആരെങ്കിലും ഉണ്ടായിരുന്നു നല്ലതായിരുന്നു. ഞാൻ പിന്നെ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഞാനിവിടെ ഇരിക്കണം തോന്നുന്നു. പ്രൈവറ്റ് ബൈക്കൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഓൺലൈൻ ബൈക്കൊന്നുമില്ല. ചിരിക്കുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അയ്യോ, നിങ്ങളിവിടെ ഒരാളെ കാണുന്നുണ്ടോ? ഒരു പരുന്തിരിക്കുന്നുണ്ടോ? കണ്ടോ? കണ്ടോ? ഞാൻ അവനെ പിടിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബൈക്ക് വരും കേട്ടോ. അല്ലല്ല, ബൈക്കല്ല, ഓട്ടോ വരും. എനിക്കൊന്നും ബൈക്ക് ഇങ്ങോട്ട് വരില്ലെന്ന് തോന്നുന്നു. ഓട്ടോയാണ് ഇപ്പം ബുക്ക് ചെയ്ത്. 122 rupees. ഏകദേശം സോൾവായി വരുന്നു. ഞാൻ ആ വീടിൻ്റെ അവിടെ വീട്ടിൽ ചെന്നത്തേക്കും മരയ്ക്കും കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് ചോറ് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ വണ്ടി വന്നു.